വ്യൂവേഴ്സ്, ജിയോ കിച്ചൺ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഴ്ച വിശുദ്ധ വാരമാണ്. അപ്പോൾ ഒരു ഹാപ്പി ഈസ്റ്റർ അതും ഞാൻ മംഗളം നേരുന്നു ഈസ്റ്ററിൻ്റെ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സംബന്ധമായിട്ടുള്ള ഒരു വിഭവമാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളടക്കമുള്ള പാലാ മീനച്ചിരി താലൂക്കുകാരുടെ നാട്ടിൻപുറത്തുള്ള ഒരു വിഭവമാണ് ചെയ്യുന്നത്. കള്ളപ്പം എന്ന് പറയും. കള്ളപ്പം നാടൻ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കള്ളപ്പം എന്നുള്ള പേര് വന്നത് തന്നെ കള്ളിൽ നിന്നാണ്. ഈസ്റ്റിന് പകരം ഇപ്പോൾ എല്ലാവരും ഈസ്റ്റാണല്ലോ ചേർക്കുന്നത്. ഈസ്റ്റിന് പകരം കള്ള് തന്നെ ചേർത്തിട്ടാണ് ഈ മാവ് പുളിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ കള്ള് കിട്ടാനില്ല, വളരെ പ്രയാസമുള്ള മായം ചേർത്ത കള്ളൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കള്ള് ചേർക്കുന്ന ആൾക്കാർ കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ശുദ്ധമായ കള്ള് വാങ്ങിച്ചിട്ടുണ്ട്, പനങ്ങളിലാണ്. അത് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഞാൻ ഇന്നലെ പുളിപ്പിക്കാൻ വെച്ചിരുന്ന മാവ് എടുത്തിട്ട് ചുട്ടും കാണിക്കാം. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഇത് ഉണ്ടാവുക. ഇതിപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഇത് കാണുക. അതുപോലെ തന്നെ ഈസ്റ്റർ ഞായറാഴ്ച ഇത് കള്ളപ്പം, ഒറിജിനൽ കള്ളപ്പം, പ്രത്യേകിച്ച് പാലാ മീനച്ചിൽ സൈഡുകാരുടെ ഒറിജിനൽ കള്ളപ്പമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ചുട്ടു നോക്കണം. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൊടിയാണ്. ഇത് 1 കപ്പ് പച്ചരി. ഇത് നന്നായിട്ട് കുതിർത്ത് ഒരു 3-4 മണിക്കൂർ, 2-3 മണിക്കൂർ 4 മണിക്കൂർ കുതിർത്താൽ മതി. കുതിർത്ത് വെള്ളം വറ്റിച്ചെടുക്കുക. ഒരു തോർത്തിൻ്റെ മുകളിൽ തുണിയുടെ മുകളിലിട്ട് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും. അത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 2 കപ്പിൻ്റെ അടുത്ത് ഈ പൊടി ഉണ്ടാവും. പക്ഷേ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ജീരകമാണ് വേണ്ടത്. ജീരകം വേണം. പിന്നെ ഒരു കൊച്ചുള്ളി, കുഞ്ഞുള്ളി എന്ന് പറയുന്ന ചെറിയ ഉള്ളി, അത് ഒരു കഷ്ണം മതി. പിന്നെ ഒരു 2 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ചേർക്കാനാണ്. പിന്നെ ഉപ്പുമാണ് ഇത്ര. പിന്നെ കള്ളുണ്ട് ചേർക്കാനുള്ള കള്ള്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് മാത്രം ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് കുഴയ്ക്കുമ്പോഴേ പറയാൻ പറ്റൂ. അതുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് മിക്സിയിൽ ജീരകം ഇട്ടൊന്ന് ചതച്ച് പൊടിച്ചെടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീരകം നിങ്ങൾ ഇടുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇടുകയാണെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല, അരഞ്ഞ് കിട്ടുക. അതിന് പകരം കുറച്ച് ഒരു തേങ്ങ ഇതിലേക്ക് ചേർക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. ഇതാ നമ്മുടെ ജീരകം ഗ്രൈൻഡായി കഴിഞ്ഞു. തേങ്ങ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൈൻഡായത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ കറങ്ങുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഉള്ളി ഇതിൻ്റെ അകത്തിടാം. പോലെ ബാക്കിയുള്ള തേങ്ങ ഇതിനകത്തിടാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അധികം അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഒന്ന് ഒതുക്കി, അരയ്ക്കുകയല്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. തരിതരിപ്പായിട്ട് കിടക്കണം. നമുക്കിതിടാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇത് ഒതുക്കിയത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കള്ള് ചേർക്കാൻ. കള്ളോ അല്ലെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് കലക്കി ചേർക്കാനാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഈസ്റ്റിൽ തന്നെ 2 തരമുണ്ട്. ഒന്ന് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, വളരെ പൊടിയായിട്ട് വരുന്നതാണ്. അതാണെങ്കിൽ പ്രത്യേകിച്ച് വെള്ളത്തിലൊന്നും കലക്കണ്ട, നേരെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്താൽ മതി. പിന്നെ അതല്ല എങ്കിൽ വലിയ തരിയാണെന്നുണ്ടെങ്കിൽ അതിനെ ചൂടുവെള്ളത്തിലിട്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത്, ഈസ്റ്റ് ഫുഡാണ്, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് കലക്കി 10 മിനിറ്റ് വെച്ച് പൊന്തിയതിന് ശേഷം മാത്രമേ ഇതിലിടാവുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് കുഴഞ്ഞ് കഴിഞ്ഞു. അത് ഇനി നമുക്ക് കള്ള് ചേർക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടില്ല.
ഉപ്പ് ചേർക്കുന്നത് നമ്മൾ ചൂടാൻ നേരത്ത് മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പുളിപ്പിൽ വ്യത്യാസം വരും. ഇപ്പം ഞാനത് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഞാൻ ചൂടുന്നതിന് മുമ്പേ ഉപ്പ് ചേർക്കുള്ളൂ. അത് കാണിച്ചു തരാം. ഇത് കള്ളൊഴിച്ച് തന്നെ കുഴയ്ക്കണമെന്ന് പറയാൻ കാരണം ഇതാണ്, ഈ കള്ളുകൊണ്ട് തന്നെയാണ് കുഴയ്ക്കേണ്ടത്. നമ്മൾ കള്ള് ആവശ്യത്തിന് ചേർത്തു, അതാണ് ഞാൻ പറഞ്ഞത്. കള്ള് ബാക്കിയുണ്ട്, കൂടുതൽ ഒഴിക്കാൻ പാടില്ല, കള്ള് ആവശ്യത്തിന് മാത്രം. ഇതായ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാവ് അപ്പം ഉണ്ടാക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി, ആ ഗാഢതയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു 12 മണിക്കൂർ നേരത്തേക്ക് പുളിക്കാൻ വെക്കുകയാണ്. 12 മണിക്കൂർ എടുക്കും ഇത് പുളിക്കാൻ. അപ്പോൾ അതുവരെ നമുക്ക് വേറെ ഒരു സെറ്റ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 12 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കാരണം ഇത് ഇന്നലെ പുളിപ്പിച്ച് വെച്ചതാണ്. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് പുളിപ്പിച്ച് വെച്ചതാണ് മാവാണിത്. നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത്, അതിന് മുമ്പ് ചേർക്കരുത്. നമ്മളൊരു പാൻ ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ദോശക്കല്ല് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ കല്യാണ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ ഉരുളി, ഇതിൻ്റെ ഓടിൽ വാർപ്പുണ്ടാവില്ല, ആ വാർപ്പിലാണ് ഇത് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമുക്ക് ദോശക്കല്ലിന് പകരം ഇതിട്ടൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നോൺ സ്റ്റിക്കിലൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇതിന് എണ്ണ വേണ്ടെങ്കിലും അല്പം ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഏത് കാര്യത്തിനും നല്ലെണ്ണ തേക്കുന്നതാണ് നല്ലത്. ദോശ ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, നല്ലെണ്ണ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നല്ലെണ്ണ തേച്ചു. ഇനി നമ്മൾ ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞത് ഒഴിക്കുക. ഇതധികം പരത്തണ്ട, ദോശ പോലെ അധികം പരത്തണ്ട, കുറച്ച് കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മതി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ച് സമയം പിടിക്കും നമ്മളൊന്ന് വെന്ത് വരാൻ. ഇതിൻ്റെ അടിയിൽ ഇതിട്ടിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആയിട്ടുണ്ട്, നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കള്ളപ്പം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ 2 കള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചില ആൾക്കാർക്ക് ചില നാടുകളിൽ ചിലതിന് കപ്പി കാച്ചാറുണ്ട്. കപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളയപ്പത്തിന്, അപ്പത്തിന് ഉപയോഗിക്കുന്ന ഒരു കപ്പി കാച്ചി ഇതിനകത്ത് ചേർക്കാറുണ്ട്. പക്ഷേ ആ കപ്പി കാച്ചുമ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഇത് ഒരു 3-4 ദിവസം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാവില്ല, കേടാവില്ല. ഈ കപ്പി കാച്ചത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഗുണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഇതിനകത്ത് ചേർക്കുന്ന അരയ്ക്കുന്നില്ലല്ലോ, തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കുറയും, ഒടിഞ്ഞു. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാൽ ഒടിച്ചൊടിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ കള്ളപ്പത്തിന് വേണ്ട അതിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ബീഫ് കറിയാണ്. ബീഫ് എന്ന് പറയുമ്പോൾ ബഫലോ മീറ്റിൻ്റെ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് ആദ്യം നോക്കാം. ഇതിപ്പോൾ 1 കിലോ ബീഫുണ്ട്. ഒട്ടും നെയ്യില്ലാണ്ട് എടുത്താണ്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് നമ്മൾ സവാളയുണ്ട്. ഇത് 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ജൂലിയൻ കട്ടെന്ന് പറയും. പിന്നെ 2 തക്കാളി ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പെരുംജീരകപ്പൊടിയുണ്ട്. കൂടാതെ ഗരം മസാല വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്
ഈ പാത്രത്തിൽ ആദ്യമേ ഇത് ആക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു കുക്കറിലിട്ടിട്ടാണ് വേവിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയാണ്. കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാള ഇടാം. ജൂലിയൻ കട്ടാണ്, നീളത്തിൽ അരിയുന്നതാണ് ജൂലിയൻ കട്ടെന്ന് പറയുക. നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ പാലക്കാട് അല്ലെങ്കിൽ മേച്ചിക്കാർ ചെയ്യുന്ന അതേ രീതിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു സെമി നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ പാലക്കാരൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ബീഫ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ പൊടി അല്ലെങ്കിൽ അരച്ചത് ചേർക്കും. പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് വെച്ച് പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് മൺചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ വേവിച്ചെടുക്കും. ആ വേവിച്ചതിന് ശേഷം പിന്നീട് ഇത് കടുക് വറുത്ത് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേ എറണാകുളം ജില്ലയിൽ ഇതേമാതിരി ആൾക്കാർ ഇതുമാതിരി ആക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വേറൊരു ടേസ്റ്റാണ്. അതിന് രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഈ കറിവേപ്പില അതേപടി ഒന്ന് ഇടുകയാണ്. അതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കേണ്ടതുണ്ട്. ഇതൊരു 1 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ അല്പം കൂടിയാലും 1.5 വരെ ആയാലും കുഴപ്പമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഒന്ന് വഴകട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. നമുക്കിനി ഒരു മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, അത് കൂടുതൽ വേണ്ട. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടി 1 കിലോയ്ക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പെരുംജീരകപ്പൊടിയാണ്. ബീഫും പെരുംജീരകവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുള്ളതാണ്. എത്ര വേണേലും നമുക്ക് ചേർത്താൽ കുഴപ്പമില്ല. നമുക്ക് തക്കാളി ചേർക്കാം. ഒരല്പം ഉപ്പ് ചേർക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇതൊന്നായി കഴിയുമ്പോൾ നമുക്ക് ഇത് കുക്കറിലാണ് വേവിക്കുക. കുക്കറൊന്ന് ചൂടാക്കാൻ വയ്ക്കുക. തക്കാളി ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയും കൂടി ഇട്ട് മിക്സാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
തക്കാളി അധികം വഴകണമെന്നില്ല, കുക്കറിൽ കിടന്ന് വെന്തോളും. അപ്പോൾ നമുക്ക് ഇറച്ചി ചേർക്കാം. ഒരു കിലോ ഇറച്ചിയാണ്. നമ്മൾ കടായിലുണ്ടായിരുന്ന മീറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നിറയെ വെള്ളം തനിയെ വന്നുകൊള്ളും. നമ്മൾ ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് വേവിക്കാം. വെയിറ്റ് ഇട്ടു 15 മിനിറ്റ്. ഇതിൻ്റെ വിസിൽ നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം 15 മിനിറ്റ് വേവിക്കുന്നതാണ് കറക്റ്റ്. ഈ വിസിലിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിൽ വിസിൽ കേട്ടതിന് ശേഷം 15 മിനിറ്റ് ഇത് നമ്മൾ വെച്ചു. അതിനുശേഷം ഉടനെ തന്നെ ഗ്യാസ് പോയപ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് മാറ്റി ഈ കടായിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ബോയിലാവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒന്ന് ഇതിൽ കസൂരി മെത്തിയാണ്. കസൂരി മെത്തി ഇതൊന്ന് ഡ്രൈ ചെയ്യണം. പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും ഏത് സാധനം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ കുരുമുളക് ചേർക്കാനുണ്ട്. കുരുമുളക് പൊടി, പെപ്പർ, മുളക് ചേർത്തു. ഇനി ഗരം മസാലയാണ് അടുത്ത ചേർക്കാനുള്ളത്. നമ്മുടെ ബീഫ് കറി എല്ലാം ഐറ്റങ്ങളൊക്കെ ചേർത്ത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പോത്തിറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കള്ളപ്പവും വെച്ചിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. കള്ളപ്പവും പോത്തിറച്ചിയും എന്ന് പറയുന്ന കോമ്പിനേഷൻ വളരെ പഴക്കം ചെന്ന ഒരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് വളരെ അധികം പോപ്പുലറായിട്ടുള്ള വിഭവമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കള്ളപ്പവും പോത്തുകറി, ബഫല്ലോ കറി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഈസ്റ്ററിന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. കള്ളപ്പം ട്രഡീഷണൽ രീതിയിലുള്ളതാണ്. ശരിക്കും പാലക്കാരുണ്ടാക്കുന്ന രീതിയിലുള്ള പഴയ രീതിയിലുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ വന്നു കഴിയുമ്പോൾ പിന്നെ ഓൾ വരും. ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് പരിപാടികളും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.